ഏഴാം ക്ലാസ്സിലെ ഗണിതത്തിലെ രണ്ടാം പാഠമായ സമാന്തര വരകൾ അഥവാ പാരലൽ ലൈൻസ് എന്ന പാഠഭാഗത്തിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അതായത് ചെയ്തു നോക്കാമെന്ന് പറയുന്ന ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് തുടങ്ങുന്ന ആ കുറച്ച് പ്രോബ്ലംസ് എട്ടോളം ചോദ്യങ്ങളുണ്ട്. ആ എട്ടോളം ചോദ്യങ്ങളെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അത് നമുക്ക് ഒന്നാമത്തെ ചോദ്യമാണ്. അതാണ് ഒന്നാമത്തെ ചോദ്യമാണ് ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നത്. പുസ്തകത്തിലെ ചോദ്യം എങ്ങനെയാണ്? ചിത്രത്തിലെ വരകളിൽ സമാന്തരങ്ങളായ ജോഡികൾ കണ്ടെത്തുക. വിച്ച് ആർ ദ പാരലൽ ലൈൻസ്. ഈ ചിത്രത്തിൽ എന്താണ്, ഒരുപാട് ലൈൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? എ ബി എന്നുള്ള ലൈൻ, സി ഡി, ഏതാ എ ബി എന്നുള്ള ലൈന്, സി ഡി എന്നുള്ള ലൈന്, ഇ എഫ് എന്നുള്ളത്, ജി എച്ച്, കെ എൽ, എം എൻ, ഇങ്ങനെയുള്ള എത്രയുണ്ട്? 6 ലൈനുകളുണ്ട്. 6 ലൈനുകൾ. ആ 6 വരകളിൽ 6 ലൈനുകളിൽ ചിലത് എന്താണ്? സമാന്തരങ്ങളാണ്. സമാന്തരം മീൻസ് പാരലൽ ലൈൻസ് ആണ്. അത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പം അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇവിടെ എന്താണ്, കണ്ടാൽ ഷേപ്പ് ഒന്നും തോന്നില്ല. പക്ഷേ നമ്മൾ പഠിച്ചിരിക്കുന്ന സമാന്തര വരകളുടെ പ്രത്യേകതകൾ, 3 പ്രത്യേകതകളുണ്ട്. അത് നമ്മുടെ മനസ്സിലുണ്ട്. പെക്യുലാരിറ്റീസ് ഓഫ് പാരലൽ ലൈൻസ് നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ നമുക്കൊരു കാര്യം അറിയാം. ഒരു വരയിലേക്ക് മറ്റൊരു വര വന്ന് കൂട്ടിമുട്ടുമ്പോൾ അത് സമാന്തര വരകളാണ് എങ്കിൽ അവ തമ്മിൽ ഉണ്ടാക്കുന്ന കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇഫ് എ ലൈൻ meet to another line then makes the angle, രണ്ട് വരകളും ഉണ്ടാക്കുന്ന മറ്റൊരു വരയുമായി കൂടി ഉണ്ടാകുന്ന ആംഗിൾസ് എന്തായിരിക്കും? തുല്യമായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ ഓക്കെ. ഒപ്പം ഒരു കാര്യം കൂടെ നമ്മുടെ ഉള്ളിൽ വേണം. എന്താണ്? ലീനിയർ പെയർ അഥവാ രേഖീയ ജോഡി എന്താണ്? അപ്പോൾ നോക്കാം ഏതൊക്കെയാണ് നമ്മുടെ ജോഡികൾ. ഇവിടെ ജോഡികൾ പെയറായിട്ട് വരുള്ളൂ. അതായത് എ ബി എന്നുള്ള ലൈനിന് ജോഡിയായി ഇവിടെ ആരോ ഒരാളുണ്ട്, എ ബി. നോക്കാം എ ബി എന്നുള്ള ലൈനിന്റെ പ്രത്യേകത നോക്കിയേ. എ ബി എന്നുള്ള ലൈൻ അത് ആ താഴെയുള്ള വരയുമായി കൂടിച്ചേരുമ്പോൾ ഉണ്ടാക്കുന്ന എത്രയാണ്? 110 ഡിഗ്രി, 110 ഡിഗ്രിയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം അതിൻ്റെ അപ്പുറത്തെ വശത്ത് എത്ര ഡിഗ്രി ആയിരിക്കും? അപ്പുറത്തെ വശത്ത് വരിക എത്രയായിരിക്കും? എത്ര വരിക? യെസ്, 110 ആണെങ്കിൽ ലീനിയർ പെയർ ആണ്. അപ്പം എന്ത് വരണം? 180 മൈനസ് 110 എത്ര വന്നിരിക്കണം? 70. എത്രയാണ് വരിക? യെസ്, 70 ഡിഗ്രി വരണം അല്ലേ? 70 ഡിഗ്രി. അതേ 70 ഡിഗ്രിയുള്ള വേറൊരു ലൈൻ ഇവിടെയുണ്ട്. ആരാ ഉള്ളത്? ഇതേ ഇരിക്കുന്ന ആള്. എത്ര വരിക? ജി എച്ച് എന്നുള്ള ലൈൻ. അപ്പം അതിൻ്റെ അപ്പുറത്തെ വശം എത്രയായിരിക്കും? അതിൻ്റെ അപ്പുറത്തെ വശം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 110 ഡിഗ്രി ആയിരിക്കും അല്ലേ? 110 ഡിഗ്രി. അപ്പോൾ ഇവരുടെ ജോഡികൾ എന്ന് പറയുന്നത് ഏതാണ്? എ ബി എന്നുള്ള ലൈനും പിന്നെയുള്ളത് ഏതാണ്? ജി എച്ച് എന്നുള്ള ലൈൻ. ജി എച്ച്, ഇത് ഒന്നാമത്തെ ജോഡി. ഇനി നമ്മൾ രണ്ടാമത്തെ ജോഡി കാണുകയാണ്. ഇനി നോക്കാം രണ്ടാമത്തെ ജോഡി. അടുത്ത ലൈൻ നോക്കാം. ഏതാണ്? സി ഡി എന്നുള്ള ലൈൻ എത്രയാണ്? 80 ഡിഗ്രി. അപ്പം അതിൻ്റെ അപ്പുറത്തെ വശം എത്രയായിരിക്കും? സ്വാഭാവികമായിട്ടും 180 മൈനസ് 80 വരുമ്പോൾ എത്രയാണ്? 100 ഡിഗ്രിയാണ് വരേണ്ടത് ഇവിടെ അല്ലേ? ഇവിടെ. അതേപോലെ തന്നെ ഒരു ലൈൻ എവിടെയുണ്ട്? ഇവിടെയുണ്ട് അല്ലേ? ഇപ്രാവശ്യത്തെ വശം 80 ആണ്, ഇവിടെ 100. അപ്പം ആരൊക്കെ ജോഡികൾ വരിക? സി ഡി എന്നുള്ള ലൈൻ, സി ഡി എന്നുള്ള വരയും പിന്നെ ജോഡിയായിട്ട് വരുന്നതാണ് എം എൻ എന്നുള്ള വരയും. ഇനിയുള്ളത് ആരാ ഉള്ളത്? ഇ എഫ് എന്നുള്ള ഈ വര. അതിനൊരു പ്രത്യേകത ഉണ്ട്. എന്നാ ഇ എഫ്? ഇവിടെ ഒരു ചതുരം ഉണ്ട് അല്ലേ? ഇവിടെ ഒരു ചതുരം. ആ ചതുരം എന്താ? യെസ്, 90 ഡിഗ്രിക്ക് പറയുന്നതാണ്. 90 ഡിഗ്രിക്ക് പറയുന്ന ആ അല്ലെങ്കിൽ കാണിക്കുന്ന സിമ്പിൾ ആണ് ഈ ചതുരമായിട്ട് നമ്മൾ ആംഗിൾ. ബാക്കിയെല്ലാം നോക്കി ഒരു കേർവ്ഡ് അല്ലേ? ഒരു വളഞ്ഞ വരയാണ്. പക്ഷെ ഇവിടെ എന്താണ്? ഒരു ചതുരത്തിന്റെ ഭാഗം. എന്താണ്? പെർപെൻഡിക്കുലർ ആംഗിൾ ആണ്. ദാറ്റ് ഈസ് 90 ഡിഗ്രി. അതേപോലെ തന്നെ ഒരാൾ ഇവിടെ ഉണ്ട്. ആരാ ഉള്ളത്? എൽ കെ. അപ്പം ആരൊക്കെ ജോഡികൾ വരിക? മൂന്നാമത്തെ ജോഡിയായിട്ട് വരുന്ന ഏതാണ്? ഇ എഫ് എന്നുള്ള ലൈനും പിന്നെ ഏതാണ്? കെ എൽ എന്നുള്ള ലൈൻ. ഏതൊക്കെയാണ്? ഇ എഫും പിന്നെ ഉള്ളത് കെ എൽ.
ഇങ്ങനെ 3 ജോഡികളാണ് നമ്മുടെ ചിത്രത്തിലുള്ളത്. മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഈ പാഠപുസ്തകവുമായി അല്ലെങ്കിൽ ഈ പാഠവുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യങ്ങളും ചെയ്യുമ്പോഴും അതിനകത്ത് നമ്മൾ പഠിച്ചിരിക്കുന്ന, നമ്മൾ അറിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അല്ല ചോദ്യം കാണുമ്പോൾ ഇതെന്താണ്, അയ്യോ ഇന്ന് എനിക്കറിയില്ല എന്ന് വിചാരിക്കാനല്ല, നമുക്കറിയാം. പക്ഷെ എന്താണ്, ഒന്ന് ഓർത്തെടുത്താൽ മാത്രം മതി. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. ഈ ചിത്രത്തിൽ എ ബി എന്നുള്ള വരയും സി ഡി എന്നുള്ള വരയും എന്താണ്, സമാന്തരമാണ്. ദ ലൈൻസ് എ ബി ആൻഡ് സി ഡി ആർ എന്താണ്, പാരലൽസ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, ചിത്രത്തിലെ എല്ലാ കോണുകളും കണക്കാക്കുക. അതിനു മുൻപ് ഈ ചിത്രത്തിൽ ആകെ എത്ര കോണുകളാണ് ഉള്ളത് നോക്കാം. 1 2 3 4 5 6 7 കോണുകളാണ് ഇവിടെ ഉള്ളത്. അതിലെ 2 എണ്ണം നമ്മൾ എന്തുണ്ട്, ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള കോണുകളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിലേക്കുള്ള ക്ലൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എ ബി ആൻഡ് സി ഡി ആർ എന്താണ്, പാരലൽ അഥവാ സമാന്തര വരകളാണ്. വീണ്ടും നമ്മൾ ഓർക്കുക, സമാന്തര വരയിലേക്ക് മറ്റൊരു വര മുറിച്ചു കടക്കുമ്പോൾ ഉള്ള പ്രത്യേകതകൾ. ഒരു വര സമാന്തര വരയെ മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാവുന്ന കോണുകൾ എന്തായിരിക്കും, ഒരേ കോണുകൾ തന്നെ ആയിരിക്കും അല്ലേ, ഒരേ കോണുകൾ തന്നെ ആയിരിക്കണം. അങ്ങനെയാകുമ്പോൾ നോക്കാം, എ ബി എന്നുള്ള വരയും സി ഡി എന്നുള്ള വരയും ഏത് വരെയാണ് മുറിച്ചു പോകുന്നത്, ഈ എ എന്നുള്ള വര മുറിച്ചു പോകുന്നുണ്ട് അല്ലേ, ഈ വര മുറിക്കുന്നുണ്ട്. അതേപോലെ ഇപ്പുറത്തെ വശത്ത് ഈ വരയും മുറിച്ച് കടക്കുന്നുണ്ട് അല്ലേ. ഇങ്ങോട്ടേക്ക് ഈ വര സി ഡി എന്നുള്ള വര മുറിച്ച് ഇങ്ങോട്ടേക്ക് നീളം ഉണ്ടാകുന്ന നിങ്ങൾക്ക് ഒരു സംശയവും വരില്ലായിരുന്നു. പക്ഷെ ഇത് ചോദ്യമാണ്. അപ്പം നമ്മുടെ മനസ്സിൽ ഇല്ലാത്ത കാര്യങ്ങൾ എന്തുണ്ട്, നമ്മളത് മനസ്സിൽ കാണണം. അതിനാണ് നമുക്ക് ക്ലൂ ആയിട്ട്, അല്ലെങ്കിൽ ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എ ബിയും സി ഡിയും പാരലൽ സമാന്തരമാണ് എന്ന്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട് ആംഗിൾ ഇ എ ബി അല്ലെങ്കിൽ സി എ ബി എന്നുള്ളത് എത്രയാണ്, 70 ഡിഗ്രിയാണ്. 70 ഡിഗ്രി. ഇതേപോലെ തന്നെ ആയിരിക്കും ഏത് ആംഗിൾ ഇ സി ഡി എന്നുള്ള ആംഗിൾ അല്ലേ. കാരണം ഈ സമാന്തര വരയെ ഇത് മുറിച്ചു കിടക്കുമ്പോൾ ഉണ്ടാകുന്ന 70 ആണെങ്കിൽ അതേപോലെ തന്നെ ആയിരിക്കും ഇവിടെ വരിക. എത്രയായിരിക്കും, 70 ഡിഗ്രി ആയിരിക്കും വരിക അല്ലേ. 70 ഡിഗ്രി. എത്ര വരും, 70 ഡിഗ്രി. ഇവിടെ ആംഗിൾ ഇ സി ഡി എന്നുള്ളത് എത്രയായിരിക്കും, 70 ഡിഗ്രി. 70 ഡിഗ്രി. അതേപോലെ തിരിച്ച് ഇപ്പുറത്തെ സൈഡ് നോക്കി, ആംഗിൾ ഇ ബി എ എന്നുള്ളത് എത്രയാ, 60 ഡിഗ്രി. അതേപോലെ തന്നെ മുകളിലുണ്ട് ആരാള്, എത്രയാ വരിക, വരുന്ന എത്രയായിരിക്കും, അവിടെയും 60 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇവിടെയും 60 ഡിഗ്രി. 60 ഡിഗ്രി. ഇനിയുള്ള എത്രയാ, ഇനിയുള്ള എന്താണ്, ഇത് തൊട്ട് താഴെയുള്ള അടുത്ത ആംഗിൾ ഏതാ വരിക, ആംഗിൾ എ സി ഡി. ആംഗിൾ എ സി ഡി എന്ന് പറയുന്ന ഈ ആംഗിളാണ് കാണേണ്ടത്. ഈ ആംഗിൾ അത് എത്ര വരും. അത് 2 മാർഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. 2 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇത് ഒരേ ഉത്തരം തന്നെ കിട്ടും. ഏതാ വരിക, ഒന്ന് ലീനിയർ പെയർ എന്നുള്ള ആ ബന്ധവും, അല്ലെ പിന്നെ ഉള്ളത് എന്താ വരിക, കോ ഇന്റീരിയർ ആംഗിൾ, ആന്തര സഹകോണുകളും അല്ലെങ്കിൽ രേഖീയ ജോഡിയും. ഈ 2 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇത് പ്രോബ്ലം ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മനസ്സിലുണ്ടായാലും മതി. നോക്കാം എങ്ങനെയാണ് ലീനിയർ പെയർ ഇവിടെ വരിക. ഈ 2 കോണുകൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള കോണുകൾ കൂടുമ്പോൾ എത്ര കിട്ടണം, 180 ഡിഗ്രി കിട്ടണം. അങ്ങനെയാകുമ്പോൾ ഇത് എത്ര വരും, 110 ഡിഗ്രി വരും. ഇനി മറിച്ചാണെങ്കിലോ, കോ ഇന്റീരിയർ ആണ്. അതായത് സി ഡി എന്നുള്ള സമാന്തര വരയും എ ബി എന്നുള്ള സമാന്തര വരയും മുറിച്ചു കിടക്കുന്ന വര, അതിന്റെ ഉള്ളിൽ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണമെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത് 180. ദാറ്റ് ഈസ് 180 നിന്ന്
ഈ 70 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടണം? ഇവിടെ 110 ഡിഗ്രി ആയിരിക്കും. 110 ഡിഗ്രി. അതുപോലെ ഇവിടെ എത്ര വരും? ആംഗിൾ ബി ഡി സി എത്ര വരും? അത് എത്ര വരും? 180 മൈനസ് 60 എത്ര വരും? 120 ഡിഗ്രി വരും. 120 ഡിഗ്രി. ഇനി ഒരാളും കൂടി ഉണ്ട് മിച്ചം. ആംഗിൾ എ ഇ ബി എന്നുള്ളത് എത്ര വരും? ഇവിടെ രണ്ട് ത്രികോണങ്ങളുണ്ടെങ്കിലും രണ്ട് ത്രികോണത്തിന്റെയും ആ ചുവട് എന്ന് പറയുന്നത് ഒരേ ആംഗിൾ തന്നെയാണ്. അപ്പം നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, ഒരു ത്രികോണത്തിലെ 3 കോണുകളും കൂടെ കൂടുമ്പോൾ അവരുടെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ ഇവിടെ നോക്കുക, ബാക്കിയുള്ള രണ്ടെണ്ണം 70 60, ഇവിടെ 70 60 തന്നെയാണ്. അപ്പൊ എത്രയാണ്? 70 60 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 70 60 കൂടെ കൂട്ടുമ്പം 130 ഡിഗ്രി വരും. അപ്പൊ മിച്ചം എത്രയായിരിക്കും? 180 മൈനസ് 130 ഡിഗ്രി എത്ര വരും? യെസ്, 50 ഡിഗ്രി വരും. ഞാൻ ഈ ചിത്രത്തിന്റെ അകത്ത് എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പുറത്തോട്ട് എഴുതിയെന്നേ ഉള്ളൂ. നമ്മൾ ചിത്രത്തിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാവുള്ളൂ? ചിത്രത്തിന്റെ അകത്തെ എഴുതാവുള്ളൂ. നിങ്ങൾ പടം വരച്ച് എഴുതുമ്പോൾ എന്തേ ചെയ്യാവുള്ളൂ? ചിത്രത്തിന്റെ അകത്തെ എഴുതാൻ പാടുള്ളൂ. അപ്പൊ നമുക്കിനി ഇതിന്റെ ചോദ്യം, നമ്മളിപ്പോ ഒരു ഉത്തരം എന്താണ് റഫായിട്ട് കണ്ടുപിടിച്ചു എന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ അത് കണ്ടുപിടിച്ചു എന്നേ ഉള്ളൂ. ഇനി എന്താണ്? നമ്മളൊരു പരീക്ഷയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇനി എഴുതുകയാണെങ്കിൽ അതിന്റെ ഒരു തെളിവ്, ഇതെങ്ങനെ കണ്ടുപിടിച്ചു എന്ന് നോക്കുന്ന ഒരാൾക്ക്, അതായത് അറിയത്തില്ലാത്ത ഒരാൾക്ക് മനസ്സിലാവണം ഈ കുട്ടി അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ എഴുതിയ ആള് കണ്ടുപിടിച്ചത് ഇങ്ങനെയൊക്കെയാണ് എന്ന്. അപ്പം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം ഇനി നോട്ടുകളോട്ട് എഴുതുമ്പം ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം കോണുകൾ കണ്ടുപിടിക്കുക. ഇനി ആ കോണുകൾ കണ്ടുപിടിച്ചതിന്റെ കാരണങ്ങൾ നമ്മൾ ഇവിടെ എഴുതണം. കാരണങ്ങൾ എഴുതിയാലേ ആ കാരണത്തിനാണ് നമുക്ക് മാർക്ക് കിട്ടുക. അപ്പം ചിത്രത്തിൽ ഏതൊക്കെ ആംഗിൾസ് തന്നിരിക്കുന്നത്? തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? ആംഗിൾ ഏതാ? എയും ബിയും തന്നിട്ടുണ്ട്. എത്രയാ? 60 ഡിഗ്രി. ബാക്കിയുള്ള നമ്മൾ കണ്ടുപിടിക്കണം. ആംഗിൾ എ ഇ ബി സമം എങ്ങനെയുണ്ട്? ആംഗിൾ എ ഇ ബി ഏതാ? ത്രികോണത്തിന്റെ മുകളിലത്തെ വശം. കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? 180 ഡിഗ്രി മൈനസ് 180 ഡിഗ്രി. അതായത് ത്രികോണത്തിന്റെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. 180 ഡിഗ്രി മൈനസ് എന്ത് ചെയ്യണം? ആരൊക്കെ തമ്മിൽ കൂട്ടിയിട്ടാ കുറയ്ക്കേണ്ടത്? അതെ, 70 എത്ര വരിക? 70 ഡിഗ്രി അധികം 60 ഡിഗ്രി സമം എത്ര വരും? 180 ഡിഗ്രി മൈനസ് 100 എത്ര വരും? 30 ഡിഗ്രി സമം എത്രയാണ്? 50 ഡിഗ്രി. അപ്പോൾ അതിന്റെ കാരണം നമ്മൾ എഴുതണം. കാരണം എന്തായിട്ട് എഴുതണം? അതിന്റെ ഒപ്പം നമ്മൾ കാരണമായിട്ട് എഴുതണം. എന്ത് ചെയ്യണം? ഒരു ത്രികോണത്തിലെ കോണുകളുടെ ആകെത്തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. ഇംഗ്ലീഷിലാണെങ്കിലോ the sum of the angles of a triangle is 180 degree എന്ന് നമ്മൾ എഴുതണം. ഇനി അടുത്ത ബാക്കിയുള്ള കോണുകളാണ്. ഏതാ കാണുക? ഓക്കെ, ആംഗിൾ എ സി ഡി. എന്നതാ? കോ ഇന്റീരിയർ അഥവാ എന്ത് സാധനമാണ്? ആന്തര സഹകോണുകളാണ്. എങ്ങനെ കണ്ടുപിടിക്കും? 180 ഡിഗ്രി മൈനസ് എത്രയാണ്? 70 ഡിഗ്രി സമം എത്ര വരും? 110 ഡിഗ്രി. അപ്പൊ അതിന്റെ കാരണം എന്താ? ബ്രാക്കറ്റിൽ നമ്മൾ കാരണം എഴുതണം. എന്താ കാരണം വരിക? എന്താണ്? ഓർത്തോളുക. കാരണം വരിക കോ ഇന്റീരിയർ ആംഗിൾ അഥവാ അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ എന്ത് എഴുതണം?
ആന്തര സഹകോണുകൾ എന്ന് എഴുതിയാൽ മതി. അത്രയും മാത്രം. കാരണം അല്ലാതെ വിശദീകരിച്ചൊന്നും എഴുതണ്ട. ഇത് ഇങ്ങനെ കിട്ടിയത് അന്തർ സഹകോണുകൾ കൊണ്ടാണ് എന്നൊന്നും എഴുതണ്ട. എന്ത് എഴുതിയാൽ മതി? ഇത് എഴുതുക. ആംഗിൾ ACD സമം 180 ഡിഗ്രി മൈനസ് 70 ഡിഗ്രി സമം 110 ഡിഗ്രി. കാരണം ബ്രാക്കറ്റ് എഴുതുന്നു. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ എന്താണ്? കോ ഇന്റീരിയർ ആംഗിൾ അഥവാ ആന്തര സഹകോണുകൾ. ഓക്കെ. ഇനി അതേപോലെ അടുത്തതും നമ്മൾ കണ്ടുപിടിക്കണം. അടുത്ത നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? അടുത്ത കണ്ടുപിടിക്കുമ്പം ആംഗിൾ BDC സമം എങ്ങനെ കണ്ടുപിടിക്കും? ഇതേപോലെ തന്നെ 180 ഡിഗ്രി മൈനസ് ആംഗിൾ ചെറിയൊരു മാറ്റമുണ്ട്. എത്രയാണ്? 60 ഡിഗ്രി സമം എത്ര വരും? 120 ഡിഗ്രി. ഇതിന്റെയും കാരണം എന്താണ്? കോ ഇന്റീരിയർ ആംഗിൾ അഥവാ എന്താണ്? ആന്തര സഹകോണുകളാണ്. ഇനി നമുക്ക് രണ്ടുപേരും കൂടെ കണ്ടുപിടിക്കാനുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു വന്നപ്പോൾ ആദ്യം കണ്ടുപിടിച്ച ആൾക്കാർ ആരാണ്? ആംഗിൾ ECD എത്ര ഡിഗ്രിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? എത്രയാണ്? 70 ഡിഗ്രി. കാരണം എന്താ? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്, സമാന കോണുകളാണ്. കാരണം എന്താ? സമാന്തര വരെ ആ വര തന്നെയാണ് മുറിച്ചു കിടക്കുന്നത്. അപ്പൊ എന്താണ്? സമാന കോണുകളാണ് കറസ്പോണ്ടിങ് ആംഗിൾ. അതിന്റെയും കാരണം എഴുതണം, മറക്കരുത്. അടുത്ത ഏതാ വരിക? ആംഗിൾ EDC സമം എത്ര വരും? 60 ഡിഗ്രി. അപ്പൊ അത് എങ്ങനെ വരും? അതിന്റെയും കാരണം എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾ. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ആംഗിൾ AEB എന്നുള്ളത് എന്താണ്? ത്രികോണത്തിലെ ആകെ കോണുകളുടെ തുക എന്ന് പറയുന്നത് സം ഓഫ് ദ ആംഗിൾസ് 180 ഡിഗ്രി ആണ്. അതിൽ നിന്ന് മറ്റു രണ്ട് കോണുകൾ കൂട്ടി കുറയ്ക്കുന്നു. ദാറ്റ് ഈസ് 180 ഡിഗ്രി മൈനസ് 130 ഡിഗ്രി എത്ര വരും? 50 ഡിഗ്രി. അതാണ് നമ്മുടെ ചിത്രത്തിലെ ഇത്. അടുത്ത ആംഗിൾ ACD എന്നുള്ളത് എന്താണ്? 180 ഡിഗ്രി മൈനസ് 70 സമം 110 ഡിഗ്രി. കാരണം എന്താണ്? കോ ഇന്റീരിയർ ആംഗിൾസ് അഥവാ ആന്തര സഹകോണുകളാണ്. അതേപോലെ ആംഗിൾ BDC 180 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി സമം 120 ഡിഗ്രി. കാരണം എന്താണ്? കോ ഇന്റീരിയർ ആംഗിൾ എന്താണ്? ആന്തര സഹകോണുകൾ. അടുത്ത ആംഗിൾ ECD എത്രയാണ്? 70 ഡിഗ്രി. ആംഗിൾ EDC എത്രയാണ്? 60 ഡിഗ്രി. രണ്ടിന്റെയും കാരണം അല്ലെങ്കിൽ റീസൺ എന്താണ്? അവ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്നാണ്. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം. In the figure below, a parallelogram is divided into 4 triangles by the diagonals. Calculate the angles of all these triangles. മലയാളത്തില് ചുവടെയുള്ള ചിത്രം ഏതാണ്? ഈ ചിത്രത്തില് ഒരു സാമാന്തരികം എന്താണ് എന്ന്, അല്ലെങ്കിൽ എന്താണ് പാരലലോഗ്രം എന്താണ് എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ആ സാമാന്തരികത്തിന്റെ വികരണങ്ങൾ ഉപയോഗിച്ച്, വികരണങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഡയഗണൽസ്. അതായത് എന്താ? ഒരു കോണിൽ നിന്ന് മറ്റൊരു കോണിലേക്ക് വരയ്ക്കുന്ന നേർരേഖയ്ക്ക് വിളിക്കുന്ന പേരാണ് വികരണങ്ങൾ അല്ലെങ്കിൽ ഡയഗണൽസ്. ഡയഗണൽസ് ഉപയോഗിച്ച് അതിനെന്താക്കി? 1 2 3 4 ത്രികോണങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഓരോ ത്രികോണത്തിലെയും എല്ലാ കോണുകളും എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? സമാന്തര വരകൾ, സമാന്തര രേഖകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻസ് എന്നുള്ള പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലുണ്ടാവണം. നമുക്ക് ആദ്യം ആ നടുക്കുള്ള E എന്ന് പറയുന്ന കോണ് അല്ലെങ്കിൽ എല്ലാ ത്രികോണത്തിന്റെയും കോമൺ പോയിന്റ്, എല്ലാ ത്രികോണത്തിന്റെയും പൊതുവായ ഒരു പോയിന്റാണ് E. അത് നമുക്ക് കണ്ടുപിടിക്കാം. അതിനായിട്ട് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്, ഒരു നേർരേഖയെ മറ്റൊരു നേർരേഖ അല്ലെങ്കിൽ ഒരു സമാന്തര വരയെ മറ്റൊരു വര മുറിച്ചു കടക്കുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ഉണ്ടാവുന്ന 4 കോണുകളിൽ എതിർകോണുകൾ തുല്യമാണ് എന്ന്. എതിർകോണുകൾ എന്താണ്? തുല്യമാണ്. അപ്പോൾ തന്നെ നമുക്ക് കിട്ടും ഏതാണ്? ഇത് 90 ഡിഗ്രി ആണെങ്കിൽ അതിന് നേരെ എതിര് ഓപ്പോസിറ്റ് ആംഗിൾ, ഓൾട്ടർനേറ്റ് അല്ല മറിച്ച് ഓപ്പോസിറ്റ് ആംഗിൾ, നേരെ എതിരിരിക്കുന്ന ആള്, അതും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. എത്രയാണ്? 90 ഡിഗ്രി.
ഇവിടെ എത്രയാണ് 90 ഡിഗ്രി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതൊക്കെയാണ്? ഈ ആംഗിളും ഈ ആംഗിളുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം എന്താണ് രേഖീയ ജോഡി, ലീനിയർ പെയർ എന്താണ് എന്ന് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതും നമുക്ക് കിട്ടും. എന്താണ് രേഖീയ ജോഡി? ഒരു വരയിലേക്ക് മറ്റൊരു വര നേരെ വന്ന് ഇടിക്കുമ്പോൾ ഉണ്ടാവുന്ന രണ്ട് കോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടിയിരിക്കണം. അങ്ങനെയാകുമ്പോൾ ഏതാണ് ഈ വരയിലേക്ക് ഡി ബി എന്നുള്ള വരയിലേക്ക് ഏത് വരയാണ് വന്ന് മുട്ടിയിരിക്കുന്നത്? ഈ സി എന്നുള്ള വര വന്ന് മുട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ ആംഗിൾ 90 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 180 മൈനസ് 90 എത്രയായിരിക്കും? യെസ്, 90 ഡിഗ്രി തന്നെ ആയിരിക്കും. ഡിഗ്രി. അതേപോലെ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി. 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ പൊതുവായ പോയിന്റ് ഇ എന്നുള്ള ആ പോയിന്റ്, ആ ബിന്ദുവിലെ എല്ലാ കോണുകളും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മറ്റു കോണുകളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ആദ്യം ട്രയാങ്കിൾ എ ഇ ബി എന്നുള്ളതിനെ ഒരെണ്ണം കൂടെ കണ്ടുപിടിക്കേണ്ട അല്ലേ? അത് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട്. എന്താണ്? ഒരു ത്രികോണത്തിലെ 3 കോണുകൾ കൂടിച്ചേരുമ്പോൾ എത്ര കിട്ടിയിരിക്കണം? 180 ഡിഗ്രി കിട്ടിയിരിക്കണം എന്നാണ്. ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. ഏതാ? 25 ഡിഗ്രിയും 90 ഡിഗ്രിയും. എത്ര വരും? 90ഉം 25ഉം കൂടെ വരുമ്പോൾ എത്ര വരും? 90ഉം 20ഉം വരുമ്പം 110 പ്ലസ് 5 എത്രയാണ്? 115. അപ്പോൾ മിച്ചമുള്ളത് എത്രയാണ് ഇവിടെ വരിക? മിച്ചമുള്ള ആംഗിൾ ഇവിടെ എത്ര വരും? ഇവിടെ എത്രയാവും വരിക? ഇവിടെ വരുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ 90 അധികം 20 എന്ന് പറയുന്നത് 110 ആണ്. പ്ലസ് 5 115 ഡിഗ്രിയാണ്. രണ്ടും കൂടെ കൂട്ടുമ്പം അപ്പം കുറയ്ക്കേണ്ട എത്രയാണ്? 180 മൈനസ് 115. 180 മൈനസ് 115. 180ൽ നിന്ന് 115 കുറയ്ക്കണം. എത്ര കിട്ടും? 180ൽ നിന്ന് 115 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 180ൽ നിന്ന് 115 ആണ് കുറയ്ക്കേണ്ടത്. അപ്പം നമുക്ക് നോക്കാം. 180ൽ നിന്ന് 110 തന്നെ കുറയ്ക്കുമ്പോൾ എത്രയായി? 70 ഡിഗ്രി. അതിൽ നിന്ന് വീണ്ടും ഒരു 5ഉം കൂടെ പോവാണ്. അപ്പോൾ എത്ര കിട്ടും? എത്ര കിട്ടും ഇവിടെ? യെസ്, 65 ഡിഗ്രി കിട്ടും. 65 ഡിഗ്രി അല്ലെ? നോക്കിയേ, കൂട്ടി നോക്കാം. 65ഉം 25ഉം 6 20 എത്രയാണ്? 60 20ഉം 80. 80ഉം 5ഉം 5ഉം 10. എത്രയായി? 90. 90ഉം 90ഉം 180 ഡിഗ്രി. അപ്പോൾ അത് ശരിയാണ്. ഇനി അടുത്ത ട്രയാങ്കിൾ നോക്കാം. ഏതാണ്? BEC എന്നുള്ളത്. അതിനകത്തെയും ഇവിടെ 90 ഉണ്ട്, ഇവിടെ 25 ഉണ്ട്. കണ്ടുപിടിക്കേണ്ട ഇവിടെ എത്രയാ വരേണ്ടത്? എത്ര നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? കണ്ടുപിടിക്കേണ്ട എത്രയാണ് വരിക? കുറച്ച് മുമ്പത്തെ പോലെ തന്നെ 90ഉം 25ഉം കൂടെ കൂട്ടുമ്പോൾ മിച്ചം കിട്ടുന്ന എത്രയാണ്? മിച്ചം കിട്ടുക എത്രയായിരിക്കും? കുറച്ച് മുമ്പത്തെ പോലെ 115 തന്നെയായിരിക്കും. അപ്പോൾ 180ൽ നിന്ന് 115 കുറയ്ക്കുക. അപ്പോൾ ഇവിടെയും എത്ര കിട്ടും? ഇവിടെയും കിട്ടുക 65 ഡിഗ്രി ആയിരിക്കും. ഇനിയാണ് നമുക്ക് ആകെ ഒരേ ഒരു ബാക്കിയുള്ള 2 ട്രയാങ്കിൾസിൽ. ഏതൊക്കെയാണ് 2 ട്രയാങ്കിൾസ്? DEC എന്നുള്ള ട്രയാങ്കിളും DEA എന്നുള്ള ട്രയാങ്കിളും. ആ 2 ട്രയാങ്കിളിൽ നമുക്ക് കോണുകൾ കണ്ടെത്തണം. അതിലേക്ക് എങ്ങനെ നമ്മൾ പോകും? കണ്ടുപിടിക്കണം. നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ വേണം. ഒരു ക്ലൂ. അപ്പോൾ 2 ട്രയാങ്കിൾ ഏതെങ്കിലും ഒരു കോണ് നമുക്ക് കിട്ടിയാൽ മതി. ഓക്കെ, നമ്മൾ സേഫായി. എങ്ങനെ വരിക നോക്കാം. നമുക്ക് ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? ഈ DC എന്നുള്ളതും AB എന്നുള്ളതും എന്താണ്? സമാന്തര വരകളാണ് അല്ലേ? DC എന്നുള്ളതും AB എന്നുള്ളതും എന്താണ്? പാരലൽ ലൈൻസ് ആണ്, സമാന്തര വരകളാണ്. ആ രണ്ടിനെയും മുറിച്ചു പോകുന്നൊരു വരയാണ് AC ആണല്ലോ. ഈ വരയും നീട്ടി വരച്ചു, ഈ വരയും നീട്ടി വരച്ചു. അപ്പോൾ ഇതിനെ മുറിച്ചു പോകുന്നതാണ് AC. അങ്ങനെയാകുമ്പോൾ ഈ കോണും ആരാ? അതായത് ഈ കോണും എത്രയായിരിക്കും വരിക?
എത്ര വരും? ഈ കോണും ഈ കോണും എത്ര വരും? എന്താണ് നോക്കാം. എങ്ങനെ വരിക? പ്രത്യേകത ഞാൻ തന്നെ പറയാം. സമാന്തര വരയുടെ മുകളിലാണ്, ഈ വരയുടെ മുറിച്ചു കിടക്കുന്ന വരയുടെ വലതുവശത്താണ്. ഇവനോ സമാന്തര വരയുടെ താഴെയാണ്, ഒപ്പം എന്താണ്? മുറിച്ചു കിടക്കുന്ന വരയുടെ ഇടതാണ്. അപ്പോൾ എന്താണ് ഈ സാധനം? ഇതിന്റെ പേരെന്ത്? ഈ ആംഗിളിന്റെ പേരെന്താണ്? യെസ്, ഓൾട്ടർനേറ്റ് ആംഗിൾ അഥവാ മറുകോണുകളാണ്. സ്ഥാനം കൊണ്ട് നേരെ എതിരിടിക്കുന്നവരാണ് എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾ അഥവാ മറുകോണുകൾ. അപ്പോൾ എത്ര വരും ഇത്? ഇവിടെ എത്ര വരും? 25 ഡിഗ്രി. അതേപോലെ തന്നെ ഇവിടെയും എത്ര വരും? ഇവിടെയും 25 ഡിഗ്രി. അപ്പോൾ ബാക്കിയുള്ളത് എത്രയാ? നമ്മൾ താഴെ കണ്ടുപിടിച്ച പോലെ തന്നെയാണ്. ചെയ്ത് കഴിയുമ്പോൾ കിട്ടും. എത്ര വരും? ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടും. എത്രയാണ് ഇവിടെ? എത്ര വരിക? 65 ഡിഗ്രി. ഇവിടെ എത്ര വരും? 65 ഡിഗ്രി. ഇത്രയും നമുക്ക് ആംഗിൾസ് എല്ലാം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താണ്? ആംഗിൾസ് കണ്ടുപിടിച്ചു. ഞാൻ കണ്ടുപിടിച്ചത് അറിയത്തില്ലാത്തൊരു ആള് നോക്കുമ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് അതിന്റെ കാരണങ്ങൾ സഹിതം നമുക്ക് എഴുതണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എഴുതാം. ഞാനിപ്പം പറഞ്ഞു തന്ന കാര്യങ്ങൾ തന്നെ അവിടെ എഴുതിയാൽ മതി, നോട്ടിൽ എഴുതിയാൽ മതി. എങ്കിലും എഴുതാം എങ്ങനെയാണ്. എങ്ങനെയാ വരിക? നമ്മൾ ആദ്യം കണ്ടുപിടിച്ചതായിരുന്നു ആംഗിൾ DEC സമയം എത്ര വരും? 90 ഡിഗ്രി. കാരണം എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലേ? ഓപ്പോസിറ്റ്, ഓൾട്ടർനേറ്റ് അല്ല കേട്ടോ, ഓപ്പോസിറ്റ്. അതാ എന്താണ്? എതിർകോണുകളാണ്, മറുകോണുകളല്ല, എതിർകോണുകൾ. എതിർകോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അടുത്ത നമ്മൾ കണ്ടുപിടിച്ച ഏതായിരുന്നു? ആംഗിൾ CEB എത്ര കണ്ടുപിടിച്ചു? 90 ഡിഗ്രി. കാരണം എന്താ? അത് ലീനിയർ പെയർ ആണ്, രേഖീയ ജോഡിയാണ്. ലീനിയർ പെയർ അഥവാ എന്താണ്? രേഖീയ ജോഡിയാണ്. അടുത്ത് നമ്മൾ കണ്ടുപിടിച്ച ഏതായിരുന്നു? ആംഗിൾ DEA. അത് എത്രയായിരുന്നു? 90 ഡിഗ്രി. കാരണം എന്താണ്? രേഖീയ ജോഡി അഥവാ ലീനിയർ പെയർ തന്നെയാണ്. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ ഏത് എഴുതിയാലും അതിന് ശരിയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് എഴുതാം. ഇഷ്ടമുള്ളതല്ല, അതിന് ശരിയെന്ന് നമുക്ക് ഉറപ്പുള്ളത് എഴുതാം. ഇനി നമ്മൾ കണ്ടുപിടിച്ച എന്താണ്? ത്രികോണത്തിലെ കോണുകളായിരുന്നു. ആദ്യം ഏത് ത്രികോണമായിരുന്നു? ആദ്യം ട്രയാങ്കിൾ AEB എന്നതിലെ ആംഗിൾ. ഏത് ആംഗിളായിരുന്നു കണ്ടുപിടിച്ചത്? അതിനകത്ത് ഏത് ആംഗിൾ ആയിരുന്നു? അതിനകത്ത് ആംഗിൾ കണ്ടുപിടിച്ചത് ആംഗിൾ ABE ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ആംഗിൾ ABE എത്രയാണ് കിട്ടുക? 180 മൈനസ് 90 അധികം 25 സമം 180 മൈനസ് 115 എത്ര വരും? 65 ഡിഗ്രി. കാരണം എന്താണ്? ഒരു ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസും എത്ര വരും? എല്ലാ ആംഗിൾസും എത്ര വരും? എത്ര വരണം? എല്ലാ ആംഗിൾസും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരണം. ഇനി അപ്പം നമുക്കത് കിട്ടി, 180 ഡിഗ്രി വരണം. ഇനി അതേപോലെ അടുത്ത 65, അതും എന്ത് വരണം? അടുത്ത ഏതാണ്? ട്രയാങ്കിൾ ഏതാണ്? ട്രയാങ്കിൾ BEC. അത് നമ്മൾ കണ്ടുപിടിച്ച് 65. അതിൻ്റെ റീസൺ എന്ത് തന്നെയാണ്? ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസും കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരണം. അല്ലെങ്കിൽ സം ഓഫ് ദ ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. ഒരു ത്രികോണത്തിലെ എല്ലാ കോണുകളുടെയും തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അടുത്ത് നമ്മൾ പറഞ്ഞതാണ് എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ ഒരു പ്രത്യേകത, ഓൾട്ടർനേറ്റ് ആംഗിളിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതെന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾ സെയിം ആയിരിക്കും. അപ്പം അതേതാണെന്ന് കണ്ടുപിടിക്കുക, എഴുതുക. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു. ഇങ്ങനെ നമ്മൾ ഓരോ ആംഗിളും എഴുതി എന്താണ് അതിൽ എന്ത് ചെയ്യണം? അതിൻ്റെ റീസണും കൂടെ നമ്മൾ എഴുതണം. ബാക്കി എഴുതണമെങ്കിൽ നോക്കുക. നമുക്ക് ഇതൊന്ന് മായ്ക്കാം, കാരണം നമുക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് ഇതൊന്ന് മായ്ക്കാം. മായ്ച്ചിട്ട് നമുക്ക് മുഴുവൻ എഴുതാം.
ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഓർത്താൽ മാത്രം മതി, വേറൊന്നും വേണ്ട. ആദ്യം പറഞ്ഞതിനകത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നോക്കാം. അടുത്ത നമ്മൾക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ ECD സമം എത്ര വരും? 25 ഡിഗ്രി. കാരണം എന്താ? ഓപ്പോസിറ്റ് ആംഗിൾ 25 ഡിഗ്രി. എത്ര വരും? എന്ത് വരും? കാരണം എന്താണ്? റീസൺ ബ്രാക്കറ്റിൽ എഴുതണം, ഓപ്പോസിറ്റ് ആംഗിൾസ്. അടുത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഏതാണ്? ആംഗിൾ EDC എത്ര വരും? 65 ഡിഗ്രി. അത് രണ്ട് റീസൺ നമുക്ക് എഴുതാം. ഒന്നെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ ഏതെഴുതാം? ഒരു ട്രയാംഗിളിലെ എല്ലാ കോണുകൾ കൂടുമ്പോൾ 180 ഡിഗ്രി കിട്ടുന്നു എന്നുള്ള റീസണും എഴുതാം. അടുത്ത കണ്ടുപിടിക്കേണ്ട ഏതാണ്? ആംഗിൾ DAE സമം എത്ര വരും? 25 ഡിഗ്രി. കാരണം എന്താണ്? അത് ഓപ്പോസിറ്റ് ആംഗിൾ ആണ്, ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. എന്താണ്? മറുകോണുകളാണ്. ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്, മറുകോണുകൾ. അടുത്ത് നമ്മൾ കണ്ടുപിടിച്ചത് ഏതായിരുന്നു? ആംഗിൾ ADE സമം എത്രയാണ്? 65 ഡിഗ്രി. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. ഏതാണ്? ഓൾട്ടർനേറ്റ് ആംഗിളുമാണ്. ഒപ്പം ഒരു ത്രികോണത്തിലെ എല്ലാ കോണുകളും കൂടുമ്പോൾ എത്ര കിട്ടും? 180 ഡിഗ്രി. സം ഓഫ് ദ ഓൾ ആംഗിൾ ഇൻ എ ട്രയാംഗിൾ ഇസ് ഈക്വൽ ടു എത്ര വരും? 180 ഡിഗ്രി. മനസ്സിലായെന്ന് കരുതുന്നു. നന്നായിട്ട് മനസ്സിലാക്കുക, വളരെ എളുപ്പമാണ്. അഞ്ചാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ ബിലോ PQ and RS are parallel. Calculate all other angles in the figure. എന്താണ്? ചുവടെ തന്നിരിക്കുന്ന ചിത്രത്തിൽ, ഈ ചിത്രത്തിൽ ഏതൊക്കെയാണ്? PQ എന്ന് പറയുന്ന ഈ വരയും RS എന്ന് പറയുന്ന ഈ വരയും എന്താണ്? സമാന്തര വരകളാണ്, പാരലൽ ലൈൻസ് ആണ്. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള എല്ലാ ആംഗിൾസും കണ്ടെത്തുക. എങ്ങനെ കണ്ടെത്തും? നോക്കാം. ആദ്യത്തെ നോക്കാം. ട്രയാംഗിൾ PTQ. ത്രികോണം ഏതാണ്? PTQ എന്നതിനകത്ത് ഇനി ഒരു ആംഗിളും കൂടെ നമുക്ക് കണ്ടെത്തിയാൽ മതി. അത് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. കാരണം എന്താ? നമ്മൾ പഠിച്ചു, ഒരു ത്രികോണത്തിലെ എല്ലാ കോണുകളുടെയും ആകെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? സം ഓഫ് ദ ഓൾ ആംഗിൾസ് ഇൻ എ ട്രയാംഗിൾ ഈസ് 180 ഡിഗ്രി. ഇവിടെ രണ്ടെണ്ണം തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 60 ഡിഗ്രി അധികം 40 ഡിഗ്രി എത്രയാണ്? 100 ഡിഗ്രി. അപ്പോൾ ഇത് എത്ര വരും? 180. 180 മൈനസ് എത്ര വരും? 100 ഡിഗ്രി. എത്ര വരും? മിച്ചമുള്ളത് 80 ഡിഗ്രി ആയിരിക്കും ഇത് വരിക. 80 ഡിഗ്രി. അപ്പോൾ അടുത്തതും കിട്ടി. ഏതാ ആംഗിൾ RTS എന്നുള്ളത്. കാരണം എന്താ? ഇവന് നേരെ ഓപ്പോസിറ്റ് ആണ്. PTQ എന്ന് പറയുന്ന ആംഗിളിന്, കോണിന് നേരെ എതിർകോൺ, ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ആംഗിൾ RTS. അതും അപ്പം എത്ര വരും? ഇവിടുന്ന് ഇവിടെ വരുമ്പോൾ എത്ര വരും? 80 ഡിഗ്രി വരും. കാരണം എന്താണ്? അവര് തമ്മിൽ എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ട് പേരെയാണ്. ആംഗിൾ ഏതൊക്കെയാണ്? TRSും പിന്നെ ഉള്ളതാണ് TSR. ട്രയാംഗിളിനകത്ത് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ കുറച്ചു മുമ്പേ അല്ലെങ്കിൽ നാലാമത്തെ ചോദ്യത്തിൽ ചെയ്ത അല്ലെങ്കിൽ മൂന്നാമത്തെ ചോദ്യത്തിൽ ചെയ്തതിന്റെ ബാക്കി തന്നെയാണ്. നോക്കാം. ആംഗിൾ TPQവും ആംഗിൾ RST ഇതും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താ ബന്ധം? ഇത് രണ്ടും സമാന്തരമാണ്. RSും PQവും സമാന്തര വരകളാണ്. അവയെ മുറിച്ചു പോകുന്നതാണ് PS. അപ്പോൾ ഈ ആംഗിൾ തന്നെയായിരിക്കും ഇത് വരിക. കാരണം എന്താണത്? ഏതാണ്? ഓൾട്ടർനേറ്റ് ആംഗിൾ ആയിരിക്കും, അഥവാ മറുകോണുകളായിരിക്കും. ഏതൊക്കെ? ആംഗിൾ QPT അവന് തുല്യം ഏതാണ്? ആംഗിൾ TSR. എത്ര ഡിഗ്രി വരും? എത്ര ഡിഗ്രി വരും? എത്ര ഡിഗ്രിയാ?
യെസ് 60 ഡിഗ്രി. ഞാൻ ചിത്രത്തിൻ്റെ അകത്ത് എഴുതാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് പുറത്ത് എഴുതിയെന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ആംഗിൾ TRS എത്ര വരും? അതും 60 അല്ലല്ലോ, ഏതാണ്? ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. അപ്പോൾ ഏത് വരും? 40 ഡിഗ്രി. ഇത്രയും കാര്യങ്ങൾ അത് നമുക്ക് നോട്ടുകളോട്ട് എഴുതണം അല്ലേ? നമ്മൾ അത് കണ്ടുപിടിച്ച് ബുക്കിൽ അല്ലെങ്കിൽ ചിത്രത്തിൽ കണ്ടുപിടിച്ചാൽ പോരാ, നമ്മളത് എഴുതണം കാരണങ്ങൾ സഹിതം. നമ്മൾ ആദ്യം കണ്ടുപിടിച്ചതായിരുന്നു ആംഗിൾ PTQ സമം 180 മൈനസ് എത്ര വരും? 60 അധികം 40 എത്ര വരും? 180 മൈനസ് 100 സമം എത്ര വരും? 80 ഡിഗ്രി. കാരണം എന്താണ്? കാരണം ബ്രാക്കറ്റിൽ എഴുതണം. ഒരു ത്രികോണത്തിലെ എല്ലാ കോണുകളുടെയും തുക എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. സം ഓഫ് ദ ഓൾ ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. അത് കഴിഞ്ഞ് നമ്മൾ ഏതായിരുന്നു കണ്ടുപിടിച്ചത്? യെസ്, ഏതാണ്? ആംഗിൾ RTS എത്രയായിരുന്നു? 80 ഡിഗ്രി. കാരണം എന്താ? ഓപ്പോസിറ്റ് ആംഗിൾ ആണ് അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾ, ഓൾട്ടർനേറ്റ് അല്ല കേട്ടോ. എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾ, എതിർകോണുകളാണ്. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചതായിരുന്നു ആംഗിൾ TSR സമം എത്രയാണ്? 60 ഡിഗ്രിയാണ്. കാരണം എന്തായിരുന്നു? അത് ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. ഓൾട്ടർനേറ്റ് ആംഗിൾ ആയതുകൊണ്ട് അത് തുല്യമാണ്. മറുകോണായതുകൊണ്ട് അത് തുല്യം. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചതായിരുന്നു ആംഗിൾ TRS എത്രയായിരുന്നു? 40 ഡിഗ്രി. 40 ഡിഗ്രി. അതിൻ്റെയും കാരണം, റീസൺ എന്തായിരുന്നു? ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. ഓപ്പോസിറ്റ് അല്ലല്ലോ, ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്, അഥവാ മറുകോണുകളാണ്. മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം നമ്മൾ എന്ത് എഴുതിയാലും, ഈ പാഠവുമായി ബന്ധപ്പെട്ട് എന്ത് എഴുതിയാലും അത് എഴുതുന്നതിൻ്റെ റീസൺ, എന്തുകൊണ്ട് നമ്മൾ എഴുതി എന്നുള്ളത് നമ്മൾ ആ ബ്രാക്കറ്റിൽ കാണണം. നിങ്ങളുടെ ആൻസർ ഇപ്പോൾ വാല്യൂ ഡിഗ്രി ശരിയാവാം, പക്ഷേ ആ കാരണം തെറ്റായാൽ മാർക്ക് പോകും, മാർക്ക് കിട്ടില്ല. അപ്പം കാരണവും എഴുതണം. എന്താണ്? ആംഗിൾ എത്രയാണ്? ഇപ്പോൾ 60 ഡിഗ്രി, ആംഗിൾ TSR = 60 ഡിഗ്രി എന്ന് എഴുതി. പക്ഷെ അതിൻ്റെ കാരണം നിങ്ങൾ മറിച്ച് ഓപ്പോസിറ്റ് ആംഗിൾ ആണ് എഴുതിയെങ്കിലോ തെറ്റിപ്പോവും. എതിർകോണല്ല, മറിച്ച് എന്താണ്? അത് ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്, അഥവാ മറുകോണുകളാണ്. അതുകൊണ്ട് കാരണം വ്യക്തമായിട്ടുണ്ടാവണം, അല്ലെങ്കിൽ എന്തായിരിക്കും? നമ്മളുടെ ആൻസർ തെറ്റിപ്പോവും. സമാന്തര വരകൾ, പാരലൽ ലൈൻസ് എന്ന പാഠഭാഗത്തിലെ 6ാമത്തെ ചോദ്യം. In the figure, AB and CD are parallel lines. Compute the third angle. Third angle ഏതാണ്? ഇത്. ഈ third angle കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്തത്, ഈ ചിത്രത്തിൽ കാണും, ഞാൻ ഒരു വര വരച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? EF എന്നുള്ള ഒരു സമാന്തര വര. ഏതിന് സമാന്തരമായിരിക്കണം? AB എന്നുള്ള വരയ്ക്കും CD എന്നുള്ള വരയ്ക്ക് സമാന്തരമായൊരു വര വരയ്ക്കണം. വര വരച്ച് നമ്മളത് പേര് കൊടുത്തു. എന്താണ്? EF എന്നുള്ള നേർരേഖ, ഒരു സമാന്തരമായി നമ്മൾ ഒരു വര വരച്ചു. എവിടെ നിന്നാണ്? ആ 3ാമത്തെ കോണിൽ നിന്ന്. അതെന്തിനു വേണ്ടിയാണ്? നമുക്ക് ഈ 3ാമത്തേത് കണ്ടുപിടിക്കാൻ, 3ാമത്തെ കോണുകൾ കണ്ടുപിടിക്കാൻ നമ്മൾ സമാന്തര വരയിൽ പഠിച്ച അല്ലെങ്കിൽ ആ പാഠഭാഗത്ത് പഠിച്ച ഒന്നും നമ്മളെ സഹായിക്കുന്നില്ല. പക്ഷെ ഈ വര വരച്ചു കഴിഞ്ഞപ്പോൾ എന്തായി? അതിന് വേറൊരു മാറ്റം കൂടെ വന്നു. എങ്ങനെയാണ്? നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. ആ സമാന്തര വര ഞാനൊന്ന് നീട്ടി ഇങ്ങോട്ടേക്ക് വരച്ചു കഴിഞ്ഞപ്പോൾ എന്തായി? ഈ സമാന്തര വരയെ മുറിച്ച് കടക്കുന്ന ഒരു വരയായി മാറി. എന്ത്? ഇത് അല്ലേ? ഇങ്ങോട്ടേക്ക് മുറിച്ച് കടക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ്? ഈ സമാന്തര വരയെ മുറിച്ച് കടക്കുകയാണ്. ഞാൻ ഡോട്ടർ ലൈൻ ഇട്ട് വരച്ചത് അതിന് വേണ്ടിയിട്ടാണ്. സമാന്തര വരയെ മുറിച്ച് കടക്കുകയാണ്. നമുക്ക് ആ ഡോട്ടർ ലൈൻ വേണ്ട, നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇട്ടുവെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇത്രയും മതി. AB എന്നുള്ള സമാന്തര വര, CD എന്നുള്ള സമാന്തര വര, അതിന് തുല്യമായി നമ്മൾ ഇപ്പോൾ ഒരു സമാന്തര വരയും കൂടെ വരച്ചു, EF. ഇനി നമുക്ക് കണ്ടുപിടിക്കാം 3ാമത്തെ വര, 3ാമത്തെ കോൺ. നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? ആംഗിൾ
നമുക്കൊരു പേരും കൂടെ ഇവിടെ കൊടുക്കണം. പേര് കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പേര് കൊടുത്തിട്ട് നമുക്ക് പേര് ഇല്ലാതെ നമുക്ക് പറ്റില്ല. ഇപ്പം പേര് കൊടുക്കണം. പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതാ നമ്മൾ കൊടുക്കുക? ജി എന്നുള്ള ഒരു അക്ഷരം കൊടുക്കുക. ജി നമ്മളിവിടെ കൊടുക്കുകയാണ്. ജി എന്നുള്ള ഒരു പേര് കൊടുത്തു. ഇവിടെ നമുക്കൊരു പേര് വേണം. ഇവിടെയും നമുക്കൊരു പേര് വേണം. പേര് നമുക്ക് അടുത്തത് എച്ച് എന്നുള്ളൊരു പേര് കൊടുക്കാം. എച്ച് എന്നുള്ള ഒരു പേര് കൊടുത്തു. അപ്പം നമുക്ക് നോക്കാം. ആംഗിൾ എ ജി ഇ എന്ന് പറയുന്നത് എത്രയാണ്? 35 ഡിഗ്രിയാണ്. നോക്കിയേ, ആംഗിൾ എ ജി ഇ എന്നുള്ളത്, കോൺ എ ജി ഇ എന്നുള്ളത് എത്രയാണ്? 35 ഡിഗ്രി. അതേപോലെ ആംഗിൾ സി എച്ച് ഇ, സി എച്ച് ഇ എന്നുള്ളത് എത്രയാണ്? 45 ഡിഗ്രിയുമാണ്. അങ്ങനെയാകുമ്പോൾ ബാക്കി ആ നടുക്കത്തെ കോൺ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനായിട്ട് ചെയ്യേണ്ടത് എന്താ? വളരെ എളുപ്പമാണ്. ഒന്ന് നോക്കിയേ. ആംഗിൾ ഏതാ? ആംഗിൾ എ ജി ഇ ഒപ്പം ആരാ? ആംഗിൾ ജി ഇ എഫ്. ഈ രണ്ട് ആംഗിൾ എന്താ? ആംഗിൾ എ ജി ഇ ഒപ്പം എന്താണ്? ആംഗിൾ ജി ഇ എഫ്. എന്താണ്? അവരെന്താണ്? എങ്ങനെയാ തുല്യമായിരിക്കുന്നത്? അവർ രണ്ടും ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. എന്താണ്? മറുകോണുകളാണ്. സോ ആൻസർ എത്ര വരും? ആംഗിൾ ജി ഇ എഫ് എന്ന് പറയുന്നത് എത്ര വരും? 35 ഡിഗ്രി തന്നെ വരും അല്ലേ? അപ്പോൾ ഇവിടെ എത്ര വരും? 35 ഡിഗ്രി വരും. അതേപോലെ തന്നെ ആംഗിൾ സി എച്ച് ഇ അവന് തുല്യമാണ്. ആര്? ആംഗിൾ എച്ച് ഇ എഫ്. എത്ര വരും? 45 ഡിഗ്രി അല്ലേ? 45 ഡിഗ്രി. കാരണം എന്താ? അതും എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്, മറുകോണുകളാണ്. അപ്പോൾ നമ്മളോട് ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ആയി കഴിഞ്ഞു. തേർഡ് ആംഗിൾ, ചിത്രത്തിലെ തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് ഏതായിരുന്നു? നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്ത പേര് കൊടുത്ത ആംഗിൾ ആണ് ആംഗിൾ ജി ഇ എച്ച് സമം. ആംഗിൾ ജി ഇ എച്ച് സമം എത്ര വരും? ഇത് രണ്ടും കൂടെ കൂട്ടുക. 35 ഡിഗ്രി അധികം 45 ഡിഗ്രി സമം എത്ര വരും? എത്രയാ? 35 45 കൂടെ കൂട്ടുമ്പം 80 ഡിഗ്രി. അതിന് കാരണമൊന്നുമില്ല. കാരണം ഏതിനായിരുന്നു? ആംഗിൾ എ ജിയും ആംഗിൾ ജി ഇ എഫ് 35 ഡിഗ്രി. കാരണം അത് ഓൾട്ടർനേറ്റ് ആംഗിൾ ആയിരുന്നു, മറുകോണുകളായിരുന്നു. ആംഗിൾ സി എച്ച് ഇയും ആംഗിൾ എച്ച് ഇ എഫും എത്രയായിരുന്നു? അത് ഓൾട്ടർനേറ്റ് ആംഗിൾ ആയിരുന്നു. അതുകൊണ്ട് തുല്യമായിരുന്നു, മറുകോണുകളായിരുന്നു. അതുകൊണ്ട് 45 ഡിഗ്രി. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ കോൺ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ആംഗിൾ ജി ഇ എച്ച് എത്രയാണ്? 35 ഡിഗ്രി അധികം 45 ഡിഗ്രി സമം എത്രയാണ്? 80 ഡിഗ്രി. മനസ്സിലായല്ലോ? ഇത് മനസ്സിലാക്കുക, സിമ്പിളാണ്. നമ്മളൊരു ഇല്ലാത്തൊരു വര കൂട്ടിച്ചേർക്കുന്നു, സമാന്തര വര തന്നെ കൂട്ടിച്ചേർക്കുന്നു, ബാക്കിയുള്ള കോണുകളെല്ലാം നമ്മൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നു.